ഹലോ, എല്ലാവർക്കും നമ്മുടെ ഈ ആഴ്ചത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പോൾ ഇന്ന് നമ്മൾ കൊണ്ടുവന്നേക്കുന്ന നല്ല സോഫ്റ്റ് കോട്ടൺ മെറ്റീരിയൽസ് ആണ് കേട്ടോ. ഇത് 3 കളർ ഷെയ്ഡ്സിലാണ് നമ്മുടെ ഇന്നത്തെ കാറ്റലോഗ് വരുന്നത്. അതിൽ ഫസ്റ്റ് കളറാണ് ഈ കാണുന്ന സീ ഗ്രീൻ. നമ്മുടെ വീഡിയോയിൽ ഇതൊരു ചെറിയ ബ്ലൂയിഷ് ടിൻ്റ് വരും, പക്ഷെ അത്ര ബ്ലൂയിഷ് ഇല്ല. നല്ലൊരു സീ ഗ്രീൻ അല്ലെങ്കിൽ ഒരു പേസ്റ്റൽ ഗ്രീൻ, കറക്റ്റ് പറഞ്ഞാൽ ഒരു പേസ്റ്റൽ ഗ്രീൻ്റെ ഒരു ഷെയ്ഡാണ് വരുന്നത്. നമ്മുടെ സമ്മർ ടൈമൊക്കെ വരുവാണ്, അപ്പോൾ നമ്മൾ കോട്ടൺ മെറ്റീരിയൽസ് ആണ് കൂടുതൽ കംഫർട്ടബിൾ. അതനുസരിച്ചാണ് നമ്മളിപ്പോൾ കോട്ടൺ കൊണ്ടുവന്നേക്കുന്നത്. ഇപ്പോൾ ഈ കാണുന്നത് നമ്മുടെ ഡാമൻ പോർഷനാണ് കേട്ടോ. ഡാമനിലാണെന്നുണ്ടെങ്കിൽ നല്ല ഷിഫ്ലി വർക്കും നല്ല വാട്ടർഫോൾ സീക്വൻസും ഒക്കെ കൊടുത്തിട്ട് ഒരു ഹക്കോബ പോലെ ഒരു ഷിഫ്ലി പാറ്റേണും ഹക്കോബയും അങ്ങനെയാണ് നമ്മുടെ ടോപ്പ് വന്നേക്കുന്നത്. ടോപ്പിലാണെന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്രിൻറ്റഡ് ഫ്ലവേഴ്സാണ്, എംബ്രോയ്ഡറി അല്ല, ഫ്ലവേഴ്സ് ഡിജിറ്റൽ പ്രിൻ്റ് ആണ്. പിന്നെ അതിനകത്ത് ഇങ്ങനെ ഷിഫ്ലി വർക്ക് കൊടുത്തിട്ടുണ്ട്. ടോപ്പിനകത്തും ഇങ്ങനെ നമുക്ക് വാട്ടർഫോൾ സീക്വൻസ് ഉണ്ട്, നമുക്ക് കാണാൻ പറ്റില്ല, ഷൈൻ ഉണ്ടാവണം കാണുന്നുണ്ടെങ്കിൽ. ഇപ്പം നമ്മുടെ വീഡിയോയ്ക്ക് അത്ര ഷൈൻ വരുന്നില്ല, ഞാൻ നോക്കി പക്ഷെ വരുന്നില്ല. പിന്നെ നമ്മുടെ ടോപ്പ് 2.4 മീറ്റർ ഉണ്ട്. ടോപ്പിൻ്റെ ബാക്ക് സൈഡ് വന്നിട്ട് പ്ലെയിൻ ആണ് കേട്ടോ. നമ്മുടെ ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ മാത്രമേ നമുക്ക് വർക്കുള്ളൂ, ആ ഡിജിറ്റൽ പ്രിൻ്റ് ഫ്ലവേഴ്സൊക്കെ വരുന്നുള്ളൂ. നമ്മുടെ ടോപ്പിൻ്റെ ബാക്ക് സൈഡ് പ്ലെയിൻ ആണ്. ബോട്ടം വന്നിട്ട് നമുക്ക് ഈ സെയിം കളർ ഫാബ്രിക്കിൽ നല്ല സോഫ്റ്റ് കോട്ടൺ ബോട്ടമാണ് നമുക്ക് വരുന്നത്. നല്ല രസമുള്ള നല്ല മെറ്റീരിയലാണ്, ചൂട് സമയത്തൊക്കെ ഇടാൻ നല്ല സുഖമായിരിക്കും. നല്ല കോട്ടൺ മീൻസ് നല്ല പ്രീമിയം ക്വാളിറ്റിയിൽ സോഫ്റ്റ് കോട്ടൺ വരുന്ന ഫാബ്രിക്കാണ് കേട്ടോ. ഇതിൻ്റെ ഷോള് പക്ഷേ നമുക്ക് വരുന്നത് ഷിഫോണിലാണ് ഷോള് വരുന്നത്. നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വളരെ ഈസി ആയിരിക്കും. കോട്ടൺ ഷോളൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ സമയത്ത് നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ ഭയങ്കര പാടായിരിക്കും, ചില സമയത്ത് നമുക്കത് കിട്ടില്ല. അപ്പോൾ ഇതാണെന്നുണ്ടെങ്കിൽ ഷിഫോൺ ഷോളാണ്. അപ്പോൾ നല്ല ഭംഗിയുള്ളൊരു ത്രെഡ് വർക്കൊക്കെ ആയിട്ടാണ് നമ്മൾ ഈ ഷിഫോൺ ഷോൾ കൊണ്ടുവന്നേക്കുന്നത്. നല്ല രസമാണ് ഈ സെറ്റ്. ഈ സെറ്റാണെന്നുണ്ടെങ്കിൽ ഒരു 3 ഷെയ്ഡ്സാണ് ഞാൻ പറഞ്ഞല്ലോ. അപ്പം നമ്മൾ 3 ഒരു പേസ്റ്റൽ ടൈപ്പ് കളേഴ്സ് വരുന്നതാണ് നമ്മുടെ 3. അപ്പം നെക്സ്റ്റ് വന്നിട്ട് നല്ലൊരു ഒരു പേസ്റ്റൽ യെല്ലോ ഷെയ്ഡ് വരുന്നതാണ് കേട്ടോ. ഇതാണെന്നുണ്ടെങ്കിൽ എന്താ പറയുന്നത്, ടോപ്പ് നമുക്ക് ഞാൻ പറഞ്ഞായിരുന്നോ 2.4 മീറ്ററാണ് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്. അതേപോലെ നമ്മുടെ ബോട്ടവും 2.4 മീറ്ററാണ് കേട്ടോ. അപ്പോൾ ഇത് നമ്മുടെ യെല്ലോ ഷെയ്ഡാണ്. നമുക്ക് യോക്കിൽ വർക്കില്ല, കാരണം നമുക്ക് യോക്കില്ല. നമ്മുടെ ബോഡി ഫുള്ള് ഇതേപോലെ കാണുന്ന മാതിരിയുള്ള പ്രിൻറ്റും പിന്നെ അതിനകത്ത് ഷിഫ്ലി വർക്കും വിത്ത് സീക്വൻസും ആണ് ഉള്ളത്. നമ്മുടെ ബോട്ടം ആണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല റിച്ചായിട്ട് ഒരു ഹക്കോബയൊക്കെ ചെയ്തിട്ടുള്ള ബോട്ടമാണ് കേട്ടോ. പിന്നെ നമ്മുടെ പാൻസ് ഇതിന് സെയിം യെല്ലോ കളർ ഫാബ്രിക്കിൽ വരുന്ന പാൻസാണ്. പാൻസും നമുക്ക് 2.4 മീറ്റർ ഉണ്ട്. ഇതിൻ്റെ ഷോള് ഇങ്ങനെയാണ് കേട്ടോ വരുന്നത്. നല്ല രസമുള്ള, കാണാൻ നല്ല ഭംഗിയുള്ള, ഇട്ടാൽ നല്ല രസമായിരിക്കുന്ന 3 കളർ ഷെയ്ഡ്സാണ്. നെക്സ്റ്റ് കളർ വന്നിട്ട് നമുക്ക് നല്ലൊരു പിങ്ക് ഷെയ്ഡിലാണ് കേട്ടോ വരുന്നത്. ഇത് നല്ലൊരു പേസ്റ്റൽ ചെറിയ എന്നാൽ ഒരു ബേബി പിങ്ക് മാതിരി വരുന്ന ഒരു ഷെയ്ഡാണ്. അപ്പം നമ്മുടെ ഇത് ഓപ്പൺ ചെയ്യുകയാണെങ്കിൽ ഇങ്ങനെ ഇരിക്കും. അതായത് നമ്മുടെ ബോഡി, ഇത് നമ്മുടെ ഫ്രണ്ട്, പിന്നെ നമ്മുടെ ഡാമൻ പോർഷൻ ആണെന്നുണ്ടെങ്കിൽ, പിന്നെ നമ്മുടെ ബാക്ക് സൈഡ് വന്നിട്ട് ഫുൾ പ്ലെയിൻ ആണ്. ഫുൾ പ്ലെയിൻ മീൻസ് ഫുൾ പ്ലെയിൻ ആണോ അങ്ങനെ. അത് കഴിഞ്ഞിട്ട് നമ്മുടെ എന്താ പറയുന്നത്, നമ്മുടെ പാൻസ് വന്നിട്ട് സെയിം ഒരു പിങ്കിഷ് ടോപ്പിൻ്റെ സെയിം കളറിൽ പാൻസാണ്. ഇതൊരു ഇച്ചിരി ലൈറ്റായിട്ട് തോന്നുന്നുണ്ട്, പക്ഷേ ഇത്ര ലൈറ്റല്ല, ഇത്ര വാഷ്ഡ് ഔട്ട് കളറല്ല. നല്ല ഭംഗിയുള്ളൊരു പേസ്റ്റൽ പിങ്ക് കളറുണ്ടല്ലോ, അതാണ് ആക്ച്വലി കളർ. പിന്നെ നമ്മുടെ ഷോൾ സെയിം ഷിഫോൺ ഷോൾ എന്നിട്ട് ഇതിനകത്ത് വർക്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്. അതായത് ഈ ഷോളിൻ്റെ വർക്കിൽ കുറച്ച് ഡിഫറൻസ് ഉണ്ട്, പക്ഷെ ടോപ്പിൻ്റെ വർക്ക്സും എല്ലാം സെയിം ആണ്. ഷിഫ്ലി വർക്ക് എല്ലാം സെയിം ആണ്, ബോട്ടം പോർഷനും എല്ലാം സെയിം ആണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ കാറ്റലോഗിൽ ഈ 3 കളേഴ്സാണ് കേട്ടോ ഉള്ളത്.